ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അങ്ങനെ നീറ്റ് എക്സാം കഴിഞ്ഞു, സ്കോറൊക്കെ നോക്കിയതിന് ശേഷം മക്കളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. സോ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മക്കൾ ചോദിക്കുന്ന കാര്യം, മാം ഞാൻ ഇനി എന്ത് ചെയ്യണം, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, എനിക്ക് ഇത്ര സ്കോറൊക്കെയാണ് വരുന്നത്, ഞാൻ നല്ലപോലെ പഠിച്ചിട്ടൊക്കെയാണ് എഴുതിയത്, പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് എക്സാം ഹോളിൽ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓൺലൈൻ ആണോ ബെറ്റർ അതോ ഓഫ്ലൈൻ ആണോ, പിന്നെ വീട്ടിലാണെങ്കിൽ സമ്മതിക്കുന്നില്ല റിപ്പീറ്റ് ചെയ്യാൻ, പറയുന്നത് ഏതെങ്കിലും കോഴ്സിന് പോകാനാണ് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ കോഴ്സ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്ക് അയച്ചിരുന്നു, ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത് പാർഷ്യൽ ഡ്രോപ്പ് എടുക്കട്ടെ. അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലാണ് മക്കളിപ്പം. കാരണം എനിക്ക് MBBS തന്നെ ആണോ വേണ്ടത്, അങ്ങനെയൊന്നൊരു എന്താ പറയുക, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ നിന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം കുറേ പേർക്കൊക്കെ നല്ല റിസൾട്ട് ആയിരിക്കും, നല്ല സ്കോർ, നിങ്ങൾ വിചാരിച്ച സ്കോർ തന്നെ വരുന്നുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് 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 കൺഗ്രാജുലേഷൻസ്. അല്ലാത്തവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ മക്കൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു ഗ്ലാസ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു empty ഗ്ലാസ് ആണല്ലേ. നമ്മുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പം നമ്മൾ ഇതുപോലെയായിരുന്നു, നമ്മൾ എവിടെയും ഇല്ലായിരുന്നു, നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, നമുക്ക് കോൺസെപ്റ്റ്സ് അറിയില്ലായിരുന്നു, നമുക്ക് എവിടെ പഠിക്കണം എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾക്ക് റൈറ്റ് ഗൈഡൻസ് ആയിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് വന്നു അല്ലേ, നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസ് വന്നു, നമ്മുടെ ക്ലാസ്സസ് വന്നു, അങ്ങനെ നമ്മൾ എവിടേക്കോ എത്തി. കറക്റ്റ്. അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം ആയപ്പോഴേക്കും നമ്മൾ ഒരുവിധം പഠിച്ച് നമ്മളൊരു ലെവലിലെത്തി. സോ അതിനുശേഷം നമ്മൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞു, നമ്മൾ ഈ ലെവലിലാണ് നമ്മൾ നീറ്റ് എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിയുന്നത് വരെ നിങ്ങൾക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്, എനിക്ക് മോക്ക് ടെസ്റ്റിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് എക്സാമിൻ്റെ പാറ്റേൺ അറിയാം, നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം നമ്മൾ ആകെ ഒരു ഫെയിലിയർ ആയതുപോലെ നമ്മൾ കാണും. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ചെയ്ത ഇത്രയും ഭാഗം നിങ്ങൾ കാണുന്നില്ല. സോ മൈ ചിൽഡ്രൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്റ്റീവ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ്. ഈ ക്ലാസ് എനിക്കിപ്പോൾ നോക്കുമ്പം ഐ ക്യാൻ സീ ദാറ്റ് ദിസ് ക്ലാസ് ഇസ് ഹാഫ് ഫുൾ അല്ലേ, അല്ലെങ്കിൽ എനിക്ക് പറയാം ഇത് ഹാഫ് എംപ്റ്റി ആണെന്നുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ലുക്ക് അറ്റ് തിങ്സ് മൈ ചിൽഡ്രൻ. ഇറ്റ്സ് അബൌട്ട് യുവർ മൈൻഡ് സെറ്റ്. അതായത് നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചത് വെറുതെ ആവില്ല എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വർഷവും കൂടെ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി ചെലവഴിക്കണം. ഓക്കെ. ബട്ട് ഇഫ് യു ഫീൽ ഹാഫ് എംപ്റ്റി ആണ് അതായത് ഞാൻ ചെയ്തത് മുഴുവൻ വേസ്റ്റ് ആയിപ്പോയി, നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനെ നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇനി ശ്രമിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ, ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ എ കോഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്ട്രീമിലെ ഒരു കോഴ്സ് എടുത്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ബിക്കോസ് ഞങ്ങൾക്കൊക്കെ വന്നിട്ട് മക്കളോട് പറയാൻ പറ്റും, മക്കളെ സൈലത്തിൻ്റെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്, നമ്മുടെ ഹൈബ്രിഡ് ഉണ്ട്, അപ്പോൾ മക്കൾക്ക് ഏതാണ് കംഫർട്ടബിൾ നിങ്ങളത് ചൂസ് ചെയ്യുക. ബട്ട് ബിഫോർ എനി ഓഫ് ദാറ്റ് യു ഹാവ് ടു think, you have to change your perspective, you have to change your mindset about this examination. Because ആദ്യം തന്നെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫാക്ട്സ് മക്കൾ മനസ്സിലാക്കുക. ഇത് നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു, നിങ്ങളുടെ സമയം കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ്സിനെ ഹാഫ് ഫുൾ ആക്കി. ഓക്കെ. പക്ഷേ എന്തൊക്കെയോ അതിൽ ലാക്കിംഗ് ആയിരുന്നു. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഓവർകം ചെയ്യുന്ന വർഷമായിരിക്കണം നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ ഓഫ് പ്രിപ്പറേഷൻ. സോ എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫൈനൽ ഗോളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതായത് ഒരാളും, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഓവർനൈറ്റ് എല്ലാ സക്സസ്സും വന്നിട്ടുള്ള ഒരാളും ഈ വേൾഡിൽ ഉണ്ടാവില്ല മക്കളെ. സോ പ്ലീസ് തിങ്ക് അബൌട്ട് ദാറ്റ്. ആൻഡ് ഓൾസോ എന്താ പറയുക, യു ആർ നോട്ട് ഡിഫീറ്റഡ് വെൻ യു ഫെയിൽ. ഓക്കെ. ഫെയിലിയർ ഡസൻറ്റ് ഡിഫീറ്റ് യു, യു ആർ ഡിഫീറ്റഡ് വെൻ യു ക്വിറ്റ്. അത് ഓർക്കുക. അതായത് നിങ്ങൾ ഞാൻ തോറ്റു പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴല്ല മക്കൾ തോക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഫെയിൽ ആവുന്നത്, നിങ്ങളുടെ പരിശ്രമം നിർത്തുന്ന ദിവസം, ആ ദിവസമാണ് നിങ്ങൾ ഫെയിൽ ചെയ്യുന്നത്. സോ പരിശ്രമം നിർത്താണ്ടിരിക്കുക. don't let your defeat be your exams marks. Your defeat is not your exams marks. Your defeat is when you quit trying. Okay. അപ്പോൾ അത് മക്കൾ മനസ്സിൽ വെക്കുക. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ കണ്ടിന്യൂ, യു ക്യാൻ ട്രൈ, ഇറ്റ്സ് അപ് ടു യു. ഏതൊരു കാര്യം തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, സോ ഡോണ്ട് ജസ്റ്റ് ലെറ്റ് യുവർ ഫെയിലിയർ, യുവർ മാർക്സ്, നിങ്ങളുടെ കുറവുള്ള മാർക്സ്, അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളൊരു റൈറ്റ് ഡിസിഷൻ, ഒരു വൈസ് ഡിസിഷൻ എടുക്കുക. വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മീ, വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മൈ ഫാമിലി. നമ്മൾ ഈ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മാമിനി പറഞ്ഞു തരുന്നത്. ആദ്യം, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഡു യു വാണ്ട്
വാട്ട് ഡു ഐ വാണ്ട് ടു ബി ഇൻ ലൈഫ്? ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് ഐ വോണ്ട് ടു ബി? അത് ഒന്ന് ആലോചിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുക. ദിറ്റ് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട് ഫോർ യു. മക്കളൊരു പേപ്പർ എടുക്കുക. ഓക്കെ, ജേർണലിങ് ചെയ്യുന്ന മക്കൾക്കറിയാം, നിങ്ങളെല്ലാം എഴുതി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക, കുറച്ച് സമയം ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുക, ആലോചിക്കുക, എനിക്ക് ശരിക്കും എന്താണ് ലൈഫിൽ വേണ്ടത്. പുറമേയുള്ള ആളുകൾ ചെയ്യുന്ന നോക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓൺലൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കൂടെയുള്ളവർ വേറെ കോഴ്സ് പഠിക്കാൻ പോകുന്നു, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് എന്താണ് പറയുന്നത്, അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, സെക്കൻഡ്, ഡു ഐ ഹാവ് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട്? ഇത് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് എനിക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ഉണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വഴികൾ കണ്ടെത്താം. കറക്റ്റ്, യെസ്. നിങ്ങൾക്ക് ശരിക്കും MBBS ആണ് വേണ്ടതെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, വി വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ വേ ഫോർ ദാറ്റ്. കറക്റ്റ്. പിന്നെ വാട്ട് ഡസ് മൈ ഫാമിലി വോണ്ട് ഫ്രം മീ? നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ സ്ട്രിക്ട്ലി നമ്മുടെ പാരൻസിനെ കുറിച്ചാണ് പറയുന്നത്. പാരൻസ് എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? വാട്ട് ഡസ് മൈ പാരൻസ് വോണ്ട് ഫ്രം മീ? ഈ 3 കാര്യം എൻ്റെ മക്കൾ ആലോചിക്കുക. 4ാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എഴുതി വെക്കാൻ പോകുന്നത്, ഇതുവരെയുള്ളത് എന്തുമാവട്ടെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോയി എന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് am I ready to take it up? Okay, are you ready to take it up? If MBBS is your goal, if being a doctor is your goal, if being into a medical profession is your goal, നിങ്ങൾക്ക് തന്നെ അറിയാം ആ പ്രൊഫഷനിലുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഒരു മെഡിക്കൽ പ്രൊഫഷൻ, ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സും പ്രോസും കോൺസും ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കറക്റ്റ്, നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന മക്കളാണ്. സോ ഇഫ് യു ആർ റെഡി ഫോർ ഇറ്റ്, റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ആൻഡ് അനലൈസ്, എന്നിട്ട് മുമ്പോട്ട് പോവുക. സോ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഇതുവരെ ഒന്നും ആയില്ല എന്ന്. സി, ഇറ്റ് ഇസ് സ്റ്റിൽ ഫുൾ. നിങ്ങൾ പഠിച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ടടാ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്കിനി ഇംപ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതെൻ്റെ മക്കളൊന്ന് ആലോചിക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. റൈറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, ടേക്ക് ടൈം ടു തിങ്ക് and decide, my future doctor. Whatever your decision is, I am with you, we are with you, Xylem is with you. All the very best.